നമസ്കാരം. അഗ്നിഹോത്രികളുടെ ദിവസ നക്ഷത്ര ഫലങ്ങൾ. വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ 2025 മെയ് 8 മേടം 25 വ്യാഴാഴ്ച ദിവസത്തിലെ നക്ഷത്ര ഫലങ്ങളാണ്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. വളർച്ച, വികാസം, ഔദാര്യം, സമൃദ്ധി, ഭാഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മാന്യനും ദയാലുവും സന്തോഷവാനും ശുഭാപ്തി വിശ്വാസിയുമായ ഗ്രഹമായാണ് വ്യാഴത്തെ ജ്യോതിശാസ്ത്രത്തിൽ കണക്കാക്കുന്നത്. വ്യാഴാഴ്ചകളിൽ അഗ്നിജ്വാലയായ മഞ്ഞയും ചുവപ്പും കലർന്ന നിറമോ മഞ്ഞയോ അതിൻ്റെ വിവിധ നിറങ്ങളോ ധരിച്ച് കാരുണ്യപ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് അത്യന്തം ഗുണഫലങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുവാൻ പര്യാപ്തമാണ്. വ്യാഴം വിദേശയാത്രകൾ, ബിസിനസ്, സമ്പത്ത്, അക്കാദമിക് പ്രവർത്തനങ്ങൾ എന്നിവയെയും നിയന്ത്രിക്കുന്നു. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിന്, പണനിക്ഷേപം, പണം പിൻവലിക്കൽ, പഠന സംബന്ധമായ അഡ്മിഷൻ, ട്രാൻസ്ഫർ, ഡോക്ടറെ കാണുവാൻ, ചികിത്സ ആരംഭിക്കുവാൻ, ദൂരയാത്രകൾക്ക് എന്നിവ എല്ലാം തന്നെ ആരംഭിക്കുന്നതിനോ തുടരുന്നതിനോ വ്യാഴാഴ്ച ഏറ്റവും അനുയോജ്യമായ ദിവസമായി മാറുന്നു. ഇനി പ്രധാനപ്പെട്ട സമയങ്ങൾ. വ്യാഴാഴ്ച സൂര്യോദയ സമയം 6:08 AM, സൂര്യാസ്തമന സമയം 6:34 PM, സൂര്യരാശി മേടം. ചന്ദ്രോദയ സമയം മെയ് 8 3:24 PM, ചന്ദ്രാസ്തമന സമയം മെയ് 9 3:39 AM. ചന്ദ്രൻ രാശി കന്നിയാണ്. രാഹുകാലം 1:54 PM മുതൽ 3:28 PM വരെ. യമകണ്ഠകകാലം 6:08 AM മുതൽ 7:41 AM വരെ. ഇനി ഗുളികകാലം 9:15 AM മുതൽ 10:48 AM വരെ. ഇനി മുഹൂർത്തങ്ങൾ. അഭിജിത്ത് മുഹൂർത്തം 11:56 AM മുതൽ 12:46 PM വരെ. അമൃതകാലം 1:03 PM മുതൽ 2:50 PM വരെ. ഇനി ബ്രാഹ്മമുഹൂർത്തം 4:32 AM മുതൽ 5:20 AM വരെ. ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിനും തുടരുന്നതിനും അഭിജിത്ത് മുഹൂർത്തവും ഈശ്വര പ്രാർത്ഥനയ്ക്കും മറ്റ് ആത്മീയ കാര്യങ്ങൾക്കും ബ്രാഹ്മമുഹൂർത്തവും പരിഗണിക്കുന്നത് അഭികാമ്യമാണ്. ഇനി അഗ്നിഹോത്രി ജീവിത നിയോഗ രഹസ്യങ്ങളുടെ നുറുങ്ങുകൾ. അഗ്നിയെ ബഹുമാനിക്കുന്നിടത്ത് മഹാലക്ഷ്മി ഉണ്ട്. ആദ്യം തീയിൽ പാചകം ചെയ്ത ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾ അഗ്നിയിൽ തന്നെ സമർപ്പിക്കുന്നതായി സങ്കൽപ്പിക്കുക. പരമ്പരാഗതമായ അടുപ്പ് സമ്പ്രദായമെല്ലാം മാറി ഗ്യാസിലും ഇലക്ട്രിക്കിലുമെല്ലാമാണല്ലോ ഇപ്പോൾ പാചകം ചെയ്യുന്നത്. അതുകൊണ്ടാണ് സങ്കൽപ്പിക്കുവാൻ നിർദ്ദേശിച്ചത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ കാലുകൾ കൊണ്ട് ഒരിക്കലും തീ തൊടരുത്. കൂടാതെ നല്ല വൃത്തിയും വെടിപ്പുമുള്ള വസ്ത്രങ്ങൾ എപ്പോഴും ധരിക്കുക. പഴകിയതും കീറിയതുമായ വസ്ത്രങ്ങൾ ഒരിക്കലും ധരിക്കരുത്. അത്യാവശ്യമാണെങ്കിൽ കീറിയ വസ്ത്രങ്ങൾ തുന്നി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ദിവസഫലങ്ങൾ നോക്കാം. മേടം. അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ചവർക്ക് ആരോഗ്യം സമ്പൂർണമായിരിക്കും. വസ്തുവകകളുടെ വ്യാപാരത്തിന് സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബജീവിതത്തിനായി സമയം മാറ്റിവെക്കുവാൻ സാധിക്കുന്നു. സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാവും. പ്രശ്നപരിഹാരത്തിനായി ചിലർ നിങ്ങളെ സമീപിക്കുവാൻ ഇടയുണ്ട്. പങ്കാളിത്ത ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം അടുക്കും ചിട്ടയും അനിവാര്യമാണെന്ന് കാണുന്നു. വിവാഹ ജീവിതത്തിൽ ചെറിയ ചില അലോസരങ്ങൾക്ക് സാധ്യത കാണുന്നതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇടവം. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് കഠിന പരിശ്രമവും കുടുംബാംഗങ്ങളുടെ യഥാസമയത്തുള്ള പിന്തുണയും മൂലം ആഗ്രഹിച്ച ഫലം ലഭിക്കുന്ന ദിവസമാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ മാനസികമായി അലട്ടുവാൻ സാധ്യതയുണ്ട്.
പ്രണയകാര്യത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്നും അഭിനന്ദനം ഏറ്റുവാങ്ങാനായി സാധിക്കുന്നു. ബിസിനസ് സംബന്ധമായ തീരുമാനങ്ങൾ പരിചയസമ്പന്നരുമായി ചർച്ച ചെയ്ത് എടുക്കുന്നതാണ് ഉത്തമം. ചില തിരിച്ചടികൾക്ക് സാധ്യതയുള്ളതിനാൽ വളരെയധികം സൂക്ഷിക്കേണ്ട ദിവസമാണ്. ആരോഗ്യപരമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല. സാമ്പത്തികം അനുകൂലമായിട്ടാണ് കാണുന്നത്. മിഥുനം, മകയിരം രണ്ടാം പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ സാധിക്കാത്തതിൽ മനോവിഷമം നേരിടാനിടയുണ്ട്. സന്താനങ്ങൾക്കോ സഹോദരർക്കോ പഠനത്തിലുള്ള താൽപ്പര്യം കുറഞ്ഞേക്കാം. പ്രതീക്ഷിക്കുന്ന അംഗീകാരങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കുന്നത് നീട്ടിവെക്കപ്പെടുന്നത് നിരാശയുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ പ്രശ്നങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. വിവാഹ ജീവിതം ഏറെ സന്തോഷകരമായിരിക്കും. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് മനസ്സിന് സന്തോഷം നൽകുന്നതായി കാണുന്നു. ആരോഗ്യകാര്യത്തിൽ മിതത്വം പാലിക്കുന്നത് നന്ന്. കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ചില മാനസിക സമ്മർദ്ദങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം. അതിനാൽ ശുഭാപ്തി വിശ്വാസത്തോടെ പ്രവർത്തിക്കുകയും കാര്യങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്യുക. പരാജയം കാണുന്നില്ല. ഇനി നിങ്ങൾ ഗൃഹത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ ഗൃഹത്തിൽ മോഷണ സാധ്യത കാണുന്നതിനാൽ വീട് പൂട്ടി ജോലിക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ പോകുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാൻ ശ്രമിക്കുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാകട്ടെ മികച്ച അവസരത്തിനുള്ള സാധ്യതയാണ്. സന്തോഷപ്രദമായ യാത്രകൾ നടത്തുന്നതാണ്. ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദിവസമാണ്. അതിഥികളെ സ്വീകരിക്കാനുള്ള അവസരമുണ്ടാകുന്നതാണ്. ചിലരുടെ അനാവശ്യ ഇടപെടലുകൾ മൂലം ജീവിത പങ്കാളിയുമായോ സ്നേഹിക്കുന്ന പെൺസുഹൃത്തുക്കളുമായോ ഉള്ള അലോസരങ്ങൾക്ക് സാധ്യത കാണുന്നു. ജോലിയിലെ ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നു. ജോലിക്കയറ്റത്തിന് അനുകൂല ദിവസമാണ്. ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഉചിതമായ ആലോചനയോടെ മാത്രം തീരുമാനങ്ങൾ സ്വീകരിക്കുക. മറ്റൊരാൾക്ക് നൽകിയ സഹായത്തിന് പാരിതോഷികമോ പ്രശംസയോ ലഭിക്കുവാനിടയുണ്ട്. സാമ്പത്തികമായി അത്രത്തോളം അനുകൂലമാവില്ല. ചിലവ് വർദ്ധിച്ചേക്കുന്നതായിട്ടാണ് കാണുന്നത്. കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും ഉള്ള ആദായം വർദ്ധിക്കുന്നു. ജീവിത പങ്കാളിയുമായി ഒഴിവ് സമയം ചിലവഴിക്കാനാകുന്നു. നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രം പുതിയ പദ്ധതികൾ ആരംഭിക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുവാൻ ശ്രമിക്കുക. പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നു. പ്രണയജീവിതം ഏറ്റവും സന്തോഷകരമായി കാണുന്നു. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാണ്. ചെറിയ യാത്രകൾക്ക് സാധ്യതയുണ്ട്. ഫലപ്രദമാണ്. ജോലി സംബന്ധമായ ഇൻ്റർവ്യൂ, പരീക്ഷ എന്നിവയിൽ വിജയസാധ്യത കാണുന്നു. കൂടാതെ ഇഷ്ടഭക്ഷണ സമൃദ്ധി പ്രതീക്ഷിക്കാവുന്നതാണ്. തുലാം, ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് ദാനധർമ്മങ്ങൾ നടത്താനാകുന്നു. മാനസികമായി സംതൃപ്തി നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നതായി കാണുന്നു. വിനോദത്തിനായി ധാരാളം പണം ചിലവഴിക്കുന്ന സ്വഭാവം മാറ്റി നിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾക്കും കുടുംബത്തിനും സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കുവാനുള്ള യോഗം കാണുന്നു. നിലവിലുള്ള പ്രണയബന്ധത്തിൽ നിങ്ങളെ തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യതയുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂല ദിവസമാണ്. സമ്മർദ്ദങ്ങൾ പൊതുവെ കാണുന്നില്ല. മുൻപ് നടന്ന എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ പങ്കാളിയുമായോ എതിർലിംഗത്തിൽപ്പെടുന്ന സുഹൃത്തുക്കളുമായോ അലോസരങ്ങൾക്ക് ഇടയാകുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാണ്. വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട വരെ ജനിച്ചവർക്ക്
ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ദിവസമാണ്. ഭക്ഷണ ക്രമീകരണത്തിനും വ്യായാമത്തിനും പ്രാധാന്യം കൽപ്പിക്കണം. സഹോദരങ്ങളുടെ സഹായത്തോടെ സാമ്പത്തിക നേട്ടത്തിനുള്ള സാധ്യതയുണ്ട്. സഹോദരങ്ങളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് ഗുണം ചെയ്യുന്നതായാണ് കാണുന്നത്. പ്രണയകാര്യങ്ങളിൽ തിടുക്കപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കലാപരവും സൃഷ്ടിപരവുമായ കഴിവ് അഭിനന്ദനാർഹം. നിങ്ങൾക്ക് അപ്രതീക്ഷിത പാരിതോഷികങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. വളരെ കാലമായി അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുന്നു. ചിലവ് വർദ്ധിക്കാനിടയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടുന്നതാണ്. ധനു, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ചവർക്ക് സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പ്രതിബന്ധങ്ങളായി മാറിയേക്കാം. പണമിടപാടുകൾക്ക് അനുകൂല ദിവസമാണ്. സായാഹ്നത്തോടെ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ പെരുമാറ്റം നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുവാനിടയുള്ളതായി കാണുന്നു. പ്രണയിക്കുന്നവർക്ക് അനുകൂല ദിവസമാണ്. ഇഷ്ടപങ്കാളിയുമായി അപ്രതീക്ഷിത കൂടിക്കാഴ്ചയ്ക്കും ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നതിനുമുള്ള വഴി തെളിയുന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അഭിരുചി പ്രശംസ നേടിത്തരുന്നു. കുടുംബത്തിലെ കുട്ടികളുമായോ സുഹൃത്തുക്കളുമായോ സമയം ചിലവഴിക്കാനാവുന്നത് മാനസികമായുള്ള ഉല്ലാസം നൽകുന്നതാണ്. ആരോഗ്യം അനുകൂലം. മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് ആരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ദിവസമാണ്. സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മത അനിവാര്യം. രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ ജീവിത പങ്കാളിയുമായോ വിപരീത ലിംഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളുമായോ പങ്കുവയ്ക്കുന്നതിന് മുൻപ് ആലോചിക്കേണ്ടതാണ്. പ്രണയ പങ്കാളിക്കൊപ്പം ആസൂത്രണം ചെയ്ത വിനോദയാത്ര മുടങ്ങുവാൻ സാധ്യതയുണ്ട്. ജോലിഭാരം കൂടുമെങ്കിലും അലസത കാണിക്കുവാൻ സാധ്യത. ബിസിനസ് സംബന്ധമായ ദൂരയാത്രകളിൽ നിന്നും മാറി നിൽക്കുന്നതാവും ഉചിതം. മുടങ്ങിക്കിടന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ അനുകൂല നീക്കം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കുംഭം, അവിട്ടം രണ്ടാം പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് ജീവിത ശൈലീ രോഗങ്ങൾ അലട്ടുവാനിടയുണ്ട്. ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും മുതിർന്നവരുടെ അഭിപ്രായം കൂടി പരിഗണിക്കുന്നത് ഗുണഫലാർഹമാണ്. മാനസികമായി സ്വസ്ഥത അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദിവസമാണ്. സാമ്പത്തിക കാര്യങ്ങൾ ഒരു പരിധിവരെ അനുകൂലമായിരിക്കുമെന്ന് കാണുന്നു. എങ്കിലും അല്പശ്രദ്ധ നൽകുന്നത് ഗുണം ചെയ്യുന്നു. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി ഉല്ലാസയാത്രകളും സാമൂഹിക ഒത്തുചേരലുകളും നിങ്ങളെ ശാന്തമായും സന്തോഷമായും നിലനിർത്തുന്നതായി കാണുന്നു. പകൽ സമയം സാമ്പത്തിക ക്ലേശം അനുഭവപ്പെടാമെങ്കിലും സായാഹ്നത്തോടെ ധനസ്ഥിതി മെച്ചപ്പെടുന്നതാണ്. നിങ്ങൾക്ക് നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ഉള്ളതിനാൽ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം എല്ലാ മേഖലയിലും കാഴ്ചവെക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളുമായി ഒത്തുചേരുവാനുള്ള സാധ്യത കാണുന്നു. ഒഴിവു സമയം ജീവിത പങ്കാളിക്കോ വിപരീത ലിംഗത്തിൽപ്പെട്ട സുഹൃത്തിനോടോ ഒപ്പം ചിലവഴിക്കുന്നതിനാൽ മാനസിക സുഖം അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാൻ സാധിക്കാത്ത ഒരു സന്തോഷകരമായ അനുഭവം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ ചിലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടത് അനിവാര്യം. ദിവസഫലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഫലങ്ങൾ മാത്രമേ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അഗ്നിഹോത്രികളുടെ സമ്പൂർണ്ണ നിയോഗ നക്ഷത്രഫലങ്ങൾ അതാതു മാസത്തിലെ തന്നെ വായിച്ചു മനസ്സിലാക്കാവുന്നതാണ്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം,
ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്